ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുകയാണോ? ഷിവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോവാം. ഞാനിന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ നോമ്പുതുറ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഒരുക്കങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇഫ്താറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എന്നെ കാണുക. ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, എല്ലാവരും കമൻറ്റ്സ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നിങ്ങൾ വിലയേറിയ കമൻറ്റ്സുകളൊക്കെ ഭയങ്കര സന്തോഷം തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവരും നോമ്പൊക്കെ പിടിച്ചിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് ഫുഡ് പ്രിപ്പറേഷനൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് മിൻഹക്കുട്ടി സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ലുഹറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിനിയിപ്പോൾ സ്നാക്സും പരിപാടിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നോക്കുന്നത് നമ്മൾ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ്. അടിപൊളി ചീസി ചിക്കൻ സമൂസ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒട്ടും തന്നെ ആവശ്യമില്ല കേട്ടോ. 3 ഐറ്റംസ് വെച്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ നമ്മൾ ഇതുപോലെ മസാലയൊക്കെ പുരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി ഇവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോമ്പ് തുറക്കി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ലൈസ് ചെയ്ത് കൂടി കട്ട് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയാണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാൻ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ച ഇതുപോലെ നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കപ്പയില്ലേ, അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൂടി എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ ഒരു കടായിൽ തന്നെയാണ് നമ്മൾ വീണ്ടും ആ ഒരു ഓയിലിൽ, ബാക്കി വന്ന ഓയിലിൽ നമുക്ക് സവാള ഒരു 3 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറുകെ കീറിയിട്ട് ഇതുപോലെ ഇങ്ങനെ പകുതി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കത്തില്ല, ആ ഒരു ഷേപ്പിലാണ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് കുഴഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കൈപ്പിടി അളവിൽ മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മിക്സ് ചെയ്ത് വരുന്ന ടൈമിൽ നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പെപ്പറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പെപ്പർ ഇട്ടു. നമ്മൾ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് എരിവ് കൂടി നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ പെപ്പർ ഇട്ട് കഴിഞ്ഞു. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ലാസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് സോയാ സോസാണ്. അപ്പോൾ സോയാ സോസും കൂടി ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ കുഴഞ്ഞൊരു പരുവാകുമ്പോഴേക്കും നമുക്ക് 2 ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ചീസ് ആ ഒരു ചൂടിൽ കിടന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ചീസ് എല്ലായിടത്തും ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും. അപ്പോൾ നല്ല ഈ ഒരു കുഴഞ്ഞ ഒരു പരുവത്തിലായി കിട്ടും കേട്ടോ. ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് മല്ലിയില പിടിച്ച് വയ്ക്കുക കേട്ടോ. ഒരൽപ്പം അതുകൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമുക്കിനി സമൂസ ലീഫാണ് വേണ്ടത്. അപ്പോൾ സമൂസ ലീഫ് എടുത്ത് വയ്ക്കുക പുറത്ത്. നമ്മൾ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് വയ്ക്കുക കേട്ടോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ ഒരു ബൗളിലായിട്ട് നമ്മൾ ഒരു 2 സ്പൂൺ അളവിൽ മൈദ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഈ ഒരു തിക്നെസ്സിൽ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ട ആവശ്യം അനുസരിച്ചുള്ള നമുക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കാം.
സമൂസ ലീഫ്. അപ്പോൾ നമ്മൾ ഈ ഒരു സമൂസയ്ക്ക് ലീഫ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ നടുകെ കീറിയിട്ട് രണ്ടായിട്ടാണ് നമ്മൾ ഒരു ലീഫിനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഇതിൽ തന്നെ നമുക്ക് രണ്ടെണ്ണം ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ഫില്ല് ഇതിനകത്ത് നിറച്ച് കൊടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ റോളായിട്ട് മടക്കിയിട്ട് അറ്റത്തായിട്ട് ജസ്റ്റ് ഈ ഒരു മൈദാമാവിൻ്റെ മിക്സ് ഒന്ന് തേച്ച് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ രണ്ടറ്റം തുറന്നിരിക്കുന്നില്ലേ, ആ ഒരു ഭാഗത്തും കൂടി നമുക്ക് ഈ ഒരു മൈദാമാവ് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചെടുക്കാം. അതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഓരോ ലീഫും ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മളിതുപോലെ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ലീഫ് അപ്പുറത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പുറം ഇപ്പുറവും നമുക്ക് ഈ ഒരു മാവ് ഒട്ടിച്ചതിന് ശേഷം അപ്പുറം ഇപ്പുറവും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്ത് ആ ഒരു ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അകത്ത് ചീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു മെൽറ്റായിട്ടുള്ള അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ള ലീഫ് കൂടി നമുക്കിതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് മാറ്റാം കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ മൊത്തത്തിൽ ഫില്ല് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചി തൊട്ടപ്പുറത്ത് നമുക്ക് രാത്രിയത്തേക്ക് വേണ്ടിയിട്ടുള്ള മീൻ കറിക്ക് വറുത്തരച്ച മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് വറുത്തുകൊണ്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് എടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, അല്പം കുരുമുളക് കൂടി ചേർത്തിട്ട് ആ ഒരു മൂപ്പ് മാറുന്നത് വരെ ഒന്ന് വറുത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമൂസ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു പാത്രം കഴുകി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ ഓരോന്നായിട്ട് നമുക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സമൂസ, കട്ട്ലറ്റ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ചെയ്യുന്ന ടൈമിൽ നേരത്തെ ഒന്ന് ഫില്ല് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഒന്ന് മാറ്റി വയ്ക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു ടൈമിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നേരത്തെ ഒന്ന് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെല്ലാം കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ക്രിസ്പിയും അകത്തെന്താണ് കുറച്ച് ലൂസി ആയിട്ടുള്ള കുറച്ച് ചീസും കാര്യമൊക്കെയാണ്. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ടൊമാറ്റോ സോസിന് കൂടെയൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു കപ്പ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെയല്ല ഇതൊരു കപ്പ. ഒരു ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം ഓഫ് ചെയ്ത് മാറ്റേണ്ട കപ്പയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അരപ്പെടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു അരപ്പ്. കപ്പ അവിടെ വേവുന്ന ടൈമിൽ ഞാനിവിടെ മീൻകറിക്കുള്ള അരപ്പ് നമ്മൾ കറി വെക്കുന്നുണ്ട് അടുപ്പിൽ. കത്തിരിക്കയും പച്ചമുളകും മുരിങ്ങക്കായൊക്കെ ചേർത്തിട്ട് ഒന്ന് താളിച്ചതിന് ശേഷം അരപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് നമുക്ക് അത്താഴത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് വയ്ക്കുന്നത് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ രാത്രി അത്താഴത്തിന് ചോറും മീൻ കൂട്ടാൻ അങ്ങനെയൊക്കെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അത്താഴത്തിന് ഇന്ന ഐറ്റം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാപ്പിയാണെങ്കിൽ കാപ്പി, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചോറാണെങ്കിൽ ചോറ്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല കാപ്പി വേണമെന്ന്. അപ്പോൾ ചോറാണ് ഇഷ്ടം. അപ്പോൾ കപ്പ നമ്മൾ ഒരു തിള വന്നതിന് ശേഷം ഓഫ് ചെയ്ത് നമുക്ക് കോരി മാറ്റുന്നുണ്ട് ഒരു അരിപ്പയിലോട്ട്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വേണം എടുക്കാം കേട്ടോ. ഒത്തിരി വെന്ത് പോകാനും പാടില്ല കപ്പ. വെന്തുടഞ്ഞു പോകാനൊന്നും പാടില്ല. നമ്മളെപ്പോഴും വയ്ക്കുന്നത് പോലെയല്ല. അപ്പോൾ ഇത് നമ്മൾ ചിക്കി വറുത്താണ് വയ്ക്കുന്നത് ഈ ഒരു കപ്പ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു കടായി എടുത്ത് വെക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം താളിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അത് താളിച്ച് നമുക്ക് ആ ഒരു മണം ഒന്ന് ഫ്രൈ ചെയ്ത് വരുന്ന ടൈമിൽ നമുക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടാകുന്നില്ലേ, ആ ഒരു അരപ്പ് നമുക്ക് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു താളിച്ച് ഇതിൽ വേണം തട്ടി കൊടുക്കാം. നമ്മൾ അരപ്പിൽ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു താളിച്ച് ഇതിൽ തന്നെ അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കപ്പ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കപ്പ ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് ജസ്റ്റ്
ജസ്റ്റ് അല്പം വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒന്ന് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് സിമ്മിലിട്ട് വയ്ക്കുക. ആ ഒരു അരപ്പൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ടൈമിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ടൈമിലാണ് നമ്മൾ മിക്സിങ് പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ മിക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ കപ്പ ചിക്കി വറുത്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. തുറന്ന് വയ്ക്കരുത്, അവർ ചൂട് പോവും. അപ്പോൾ നമുക്കിനി നോമ്പ് തുറക്കുന്ന ടൈമിൽ എടുത്താൽ മതി. അപ്പോൾ മീൻകറിയും ഇവിടെ നല്ല രീതിയിൽ വെന്ത് വരുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് നമുക്ക് പള്ളിയിൽ നിന്ന് കഞ്ഞി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ആശിമ്. അപ്പോൾ അവൻ്റെ അടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രം. അപ്പോൾ നോമ്പ് കഞ്ഞി എത്തിയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ കഞ്ഞി ഇല്ലെങ്കിൽ എന്തോ വലിയ കുറവുള്ളത് പോലെയാണ്. അപ്പോൾ പള്ളിയിൽ നിന്നാണ് നമുക്ക് നോമ്പ് കഞ്ഞിയൊക്കെ കിട്ടുന്നത്. നമുക്കിനി ഡ്രിങ്ക് കൂടി തയ്യാറാക്കി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്. തണ്ണിമത്തൻ നമുക്കിതുപോലെ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലൂടെ നമുക്ക് അല്പം ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക. ഏലക്കയുടെ അകത്തുള്ള ആ ഒരു കുരു മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു ഏലക്ക മതിയാവും കേട്ടോ, ആ ഒരു തോടിടണ്ട. അപ്പോൾ ഇത് ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ച് കൂടി എടുക്കാം കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നറുനണ്ടി കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള നറുനണ്ടി നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അളവിൽ ഞാൻ നറുനണ്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിൻഹയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവളൊന്ന് നോമ്പില്ലായിരുന്നു, എങ്ങനെയുണ്ട് മധുരം എന്ന് പറഞ്ഞിട്ട്. കറക്റ്റായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ നോമ്പ് തുറന്ന ടൈമിൽ അല്പം മധുരം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഈ പാത്രം കൂടി കിടക്കുമ്പോഴേ കാണുമ്പോഴേ ഒരു ടെൻഷനാണ്. നമ്മൾ നോമ്പ് തുറ കഴിയുമ്പോഴേക്കും ഒരു ലോഡ് പാത്രം വരുമല്ലോ നോമ്പ് തുറ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മൾ കിച്ചൺ ഒന്ന് ഫ്രീ ആക്കി ഇടുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോഴേക്കും ഭയങ്കര റഷായി പോവും. അപ്പോൾ പാത്രമൊക്കെ ഏകദേശം കുറച്ച് പാത്രം ഉണ്ടാകുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുക്കിംഗ് ചെയ്യുന്നതിനിടയിൽ തന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകി മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് കുറച്ച് പാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലാസ്റ്റായിട്ട് നമുക്ക് നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയ പാത്രത്തിലാണ് മൊത്തത്തിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വയ്ക്കുന്നത്. ഓരോരോ പാത്രമൊക്കെ എടുക്കുന്ന ടൈമിൽ നമ്മൾ തന്നെ പാത്രമൊക്കെ കഴുകി വെക്കണ്ടേ. അപ്പോൾ ഒരു വലിയ പാത്രം എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ഫ്രൂട്ട്സും കൂടി മിക്സ് ചെയ്തിട്ട് അതിലായിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുന്നത്. അതാകുമ്പം ആവശ്യമുള്ളത് അതിൽ നിന്ന് തന്നെ എടുത്താൽ മതിയല്ലോ, നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഹംനക്കുട്ടി ഇതിനിടയിൽ കൂടെ വന്നിട്ട് ഓരോന്നായിട്ട് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പ് തറ വിഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീസി ചിക്കൻ സമൂസ, പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കപ്പ എല്ലാം നന്നായിട്ട് വെന്ത് നല്ല ചൂടോടെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാത്രിയത്തേക്ക് വേണ്ടിയിട്ടുള്ള കറി ആയിട്ടുണ്ട്. പിന്നെ പള്ളിയിൽ നിന്നുള്ള നോമ്പ് കഞ്ഞി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും വലിയൊരു ടെൻഷനാണ് മാറി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം പരിപാടി ഞാനവിടെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നിസ്കരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയി നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാങ്ക് വിളിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ടേബിളെല്ലാം കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ബാങ്ക് വിളി ശബ്ദം കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാം. നോമ്പ് തുറക്കുന്ന ടൈമിൽ കുട്ടീസും എല്ലാവരും ഒരുമിച്ചാണ് വരുന്നത്. ഹംനക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു, ഉമ്മച്ചി ഇത് വലിയ നോമ്പാണോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സുന്നത്ത് നോമ്പൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അപ്പോഴേ ചോദിക്കാറുണ്ട് വലിയ നോമ്പ് എപ്പോഴാന്ന് പറഞ്ഞിട്ട്.
നോമ്പ് തുറ കഴിഞ്ഞിട്ട് എല്ലാവരും മോദയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.